നമുക്ക് ഒരിക്കലും അങ്ങനെ തുറന്നു വയ്ക്കാൻ സാധിക്കില്ല. ശബരിമല എന്തുകൊണ്ട് ദിവസം തുറന്നുകൂടെ എന്ന് ചോദിക്കുന്ന പോലെ ഒരു വിഡ്ഢിത്തരാണ് ആ ചോദ്യം. പൈതങ്ങളെ, നിങ്ങളുടെ ഇഷ്ടത്തിനോട് എനിക്കൊരു വിരോധമില്ല. പക്ഷെ എനിക്ക് നിങ്ങൾ മേലാപ്പ് കെട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ മേലാപ്പിന് മുകളിൽ വീഴുന്ന അവസാനത്തെ മഴത്തുള്ളിയും അങ്ങ് ദൂരെ അറബിക്കടലിൽ ചെന്ന് പതിക്കുന്ന വലിപ്പത്തിൽ കെട്ടാൻ സാധിക്കുന്നുണ്ടെങ്കിൽ കിട്ടിയാൽ അത്ര ഭഗവതി പറഞ്ഞത്. മനുഷ്യവികാരങ്ങളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ദേവതയാണ് മഹാദേവൻ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. വിഷ്ണുവിനെയും ശിവനെയും രണ്ടായിട്ട് കാണുന്ന ആളുകൾക്ക് യഥാർത്ഥത്തിൽ ബ്രഹ്മബോധം ഇല്ല എന്നാണ്. ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃത്യുവിന്റെ ദേവനാണ്, അല്ലെങ്കിൽ ഭഗവാൻ ക്ഷിപ്രകോപിയാണ്, അതുകൊണ്ട് ഭഗവാൻ എന്തൊക്കെയോ ചെയ്ത് കളയും. ആ ധാരണയെ തെറ്റാണ്. കൊട്ടിയൂരിന്റെ കഥയിൽ അതിനെ കുറച്ചുകൂടി ആ ദേഹം കൂടി പോയ സമയത്ത് ഭഗവാൻ ഉണ്ടായിട്ടുള്ള വേദനയെ മാറ്റാനായിട്ട് മഹാവിഷ്ണു ആലിംഗനം ചെയ്ത് ഭഗവാനെ തണുപ്പിച്ചു എന്നാണ്. അതെന്തുകൊണ്ടായിരിക്കും ദേവിക്ക് ക്ഷേത്രങ്ങൾ കുറഞ്ഞിട്ടുണ്ടാവുക? മഹാദേവന്റെ കൂടെ എപ്പോഴും ഭഗവതി ഉണ്ട്. മഹാദേവൻ ഒറ്റയ്ക്ക് ഇരിക്കുക എന്ന് പറയുന്ന രീതിയില്ല. ശിവനും ശക്തിയും ആത്യന്തികമായിട്ട് ഒരു വസ്തു തന്നെയാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഗുരുവായൂരപ്പന്റെ ആറാട്ട് നടക്കുന്ന കുളത്തിന്റെ പേര് മഹാദേവന്റെ പേര് രുദ്രതീർത്ഥം എന്നാണ് അതിന്റെ പേര്. ഇതൊക്കെ അടങ്ങുന്നതാണ് സനാതനധർമ്മം. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ആ ഒരു രീതി പിന്തുടരുന്ന ഇന്നും ആ ക്ഷേത്രം എന്നുള്ളത് നമ്മുടെ മഹത്വമായിട്ട് വേണം നമ്മൾ അതിനെ കണക്കാക്കാൻ. നമസ്തേ. കൊട്ടിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രം ഒരുപാട് ഐതിഹ്യങ്ങളും കഥകളും എല്ലാം മറഞ്ഞിരിക്കുന്ന ഒരു ക്ഷേത്രമാണ്. പ്രകൃതിയും ദൈവവും ഒന്നാണ് എന്ന് പറയുന്ന ഒരു വലിയ സങ്കല്പത്തെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ക്ഷേത്രമാണ്. അപ്പോൾ വ്യാസൻ ചേട്ടനോട് നമുക്ക് കൊട്ടിയൂരിന്റെ കഥകളെ കുറിച്ച് ചോദിക്കാം. വ്യാസൻ ചേട്ടാ നമസ്തേ. നമസ്തേ. അപ്പോൾ കൊട്ടിയൂരിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഒരുപാട് കഥകളുണ്ട് നമുക്ക് പറയാൻ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി തോന്നിയിട്ടുള്ളത് പ്രകൃതിയുമായിട്ടുള്ള കൊട്ടിയൂരിന്റെ ഒരു ബന്ധമാണ്. നമ്മൾ ആ ക്ഷേത്രമില്ലാത്ത ക്ഷേത്രം, അവിടെ നമുക്ക് വലിയ വിഗ്രഹങ്ങളോ ഒന്നുമല്ല, നമ്മളെ അവിടേക്ക് ആകർഷിക്കുന്നത് ഒരു ഓറയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ലേ? തീർച്ചയായിട്ടും. കൊട്ടിയൂർ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ യാഗഭൂമിയുടെ ഒക്കെ ഒരു ഐതിഹ്യ പശ്ചാത്തലം അതിന് പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ നമുക്ക് പരമമായിട്ടുള്ള ഈ പുരുഷ പ്രകൃതി ഐക്യത്തെ ഇത്ര കണ്ട് അനുഭവിച്ചറിയാൻ പറ്റുന്ന ആരാധനാലയങ്ങൾ ഭാരതത്തിൽ തന്നെ വളരെയധികം കുറവാണ്. അതിലേറ്റവും നല്ലൊരു ഉദാഹരണമായിട്ട് നമുക്ക് ഇന്ന് കേരളത്തിന്റെ അഭിമാനമായിട്ട് ഉയർത്തി കാണിക്കാൻ പറ്റുന്ന ഒരു ആരാധനാലയമാണ് കൊട്ടിയൂർ. കൊട്ടിയൂരിൽ നമുക്ക് യഥാർത്ഥത്തിൽ ഈ പറയുന്ന സതീദേവിയുടെ ദേഹത്യാഗമോ അല്ലെങ്കിൽ ദക്ഷയാഗത്തിന്റെ കഥയോ അതിലൊക്കെ ഉപരി ഇപ്പൊ നമ്മൾ പറയാറില്ല, ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്ന ഇന്നർ പീസ് അല്ലെങ്കിൽ ആന്തരികമായിട്ടുള്ള സമാധാനം, അത് യഥാർത്ഥത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്നതും ഒപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പുരുഷൻ എന്ന് പ്രധാനമായിട്ട് നല്ല ശബ്ദം കൊണ്ട് നമ്മൾ സംബോധന ചെയ്യുന്ന ദേവതാ ചൈതന്യം ഒന്നാണ് മഹാദേവൻ, പിന്നെ പ്രകൃതിയായിട്ടുള്ളത് ഭഗവതി. അത് രണ്ടും നിറങ്ങി നിൽക്കുന്ന ഒരു ആരാധനാലയമാണ്. യഥാർത്ഥത്തിൽ അവിടെ ചെല്ലുന്ന ആളുകളും ഈ ശിവശക്തി ഐക്യത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് എത്രത്തോളാണോ അതുപോലെ തന്നെ ഈ പുരുഷ പ്രകൃതി ബന്ധത്തെ മനസ്സിലാക്കുകയും അതിനെ ആരാധിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രാധാന്യം. ബാക്കി കഥകളുടെയൊക്കെ പശ്ചാത്തലം നമുക്ക് അതിനേക്കൊരു ആകർഷണം തോന്നാൻ വേണ്ടിയിട്ട് പറഞ്ഞു വെച്ചാണ്. യഥാർത്ഥത്തിൽ അതിൻ്റെ തത്വം ഈ നമ്മുടെ ശരീരത്തിലായിരിക്കുന്ന ആത്മാവായിരിക്കുന്ന ശിവനും പ്രകൃതിയായിരിക്കുന്ന ദേവിയെയാണ് അവിടെ നമ്മൾ പോയി തൊഴുന്നത്. നമ്മുടെ റെപ്ലിക്കയാണ് ആ അമ്മാർത്തറയെ നമ്മൾ കാണുന്നതെന്നാണ് സങ്കല്പിക്കേണ്ടത്. ഇപ്പൊ നമുക്കറിയാം 40-ലധികം, എനിക്ക് 47ഓളം സമൂഹങ്ങൾ അല്ലെങ്കിൽ വിഭാഗങ്ങളിൽ ഒന്നിച്ചു ചേരുന്ന ഒരു ഇടം കൂടിയാണ് കൊട്ടിയൂർ എന്ന് പറയുന്നത്. ഹൈന്ദവ വിശ്വാസത്തിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിഭാഗങ്ങൾക്കും വലിയ പങ്കുണ്ട്. അതിലെനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറിച്ചി പോലെയുള്ള ട്രൈബൽ വിഭാഗങ്ങൾക്കൊക്കെ ഏറെ പ്രാധാന്യമുള്ള ക്ഷേത്രമാണ് കൊട്ടിയൂർ. അപ്പൊ നമ്മളൊരു വിശ്വബന്ധുത്വം എന്ന് നമ്മൾ പറയാറുണ്ട്, അല്ലെങ്കിൽ ഒരു കുടുംബം എന്നുള്ള ഒരു സങ്കല്പം, എല്ലാവരും ഒന്നാണെന്നുള്ള സങ്കല്പം, അത് വലിയ രീതിയിൽ ഉയർത്തിക്കാട്ടുന്ന ഒരു ക്ഷേത്രമായിട്ട് കൊട്ടിയൂരിനെ കണ്ടൂടെ? തീർച്ചയായിട്ടും. കൊട്ടിയൂർ ഒരു കുടുംബമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്കിപ്പോൾ മഹാദേവനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഇപ്പോൾ നമ്മൾ രഘുവംശത്തിന്റെ 1-ാമത്തെ ശ്ലോകത്തിൽ കാളിദാസൻ പറയുന്നുണ്ടല്ലോ, ഈ വാക്കും അർത്ഥവും എങ്ങനെ ഒരുമിച്ച് ചേർന്നിരിക്കുന്നുവോ അതുപോലെ ചേർന്നിരിക്കുന്ന പ്രപഞ്ചത്തിന്റെ മുഴുവൻ മാതാപിതാക്കളായിട്ടുള്ള ശിവപാർവതിമാരെ ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് 1-ാമത്തെ ശ്ലോകം. അപ്പോൾ പൊതുവിൽ ഞാൻ എല്ലാ പ്രഭാഷണങ്ങളിലും പറയാറുള്ളതാണ്, ശിവൻ എന്ന് പറഞ്ഞ അച്ഛൻ, അമ്മ എന്ന് പറഞ്ഞ ഭഗവതി. അപ്പോൾ നമ്മുടെ അച്ഛനെ അമ്മേനെയാണ് നമ്മൾ അവിടെ പോയി കാണുന്നത്. അപ്പോൾ അച്ഛനെ അമ്മയെ സംബന്ധിച്ചിടത്തോളം ജഗത്തിന്റെ മുഴുവൻ മാതാപിതാക്കളായിട്ടുള്ള പാർവതി പരമേശ്വരന്മാരെ ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് കാളിദാസൻ പറഞ്ഞത്. ജഗത്തിന്റെ മുഴുവൻ മാതാപിതാക്കളായിട്ടുള്ള അച്ഛനും അമ്മയാണ് അവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മക്കൾക്ക് തമ്മിൽ ഭേദഭാവമൊന്നുമില്ല. അവിടെ തന്ത്രിയുടെ സ്ഥാനത്ത് അലങ്കരിക്കുന്ന ആൾക്കാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചുമതലയുണ്ട്. ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും ഓരോരോ ഡ്യൂട്ടീസ് ഭഗവാൻ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടെ ഒത്തുചേർന്നിരിക്കുന്ന ഒരു പ്രദേശമായിട്ടാണ് കൊട്ടിയൂരിനെ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന സനാതനധർമ്മം ഏറ്റവും അധികം ഉദ്ഘോഷിക്കുന്ന, അപ്പം നമ്മളെപ്പോഴും പറയാറുള്ള വസുദൈവ കുടുംബകം എന്ന് പറയില്ലേ, നമ്മൾക്ക് ഈ പ്രപഞ്ചം മുഴുവൻ ഒരു കുടുംബമായിട്ടാണ് നമ്മൾ സങ്കല്പിക്കുന്നത്. കൊട്ടിയൂരിനെ സംബന്ധിച്ചിടത്തോളം ആ കുടുംബത്തിൻ്റെ അച്ഛനും അമ്മയാണ് മഹാദേവനായിട്ടുള്ള ഭഗവാനും ദേവിയും.
അപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവത്തിന് മക്കളെല്ലാവരും ചേർന്ന് ഒരു മനസ്സോടുകൂടി ഉത്സാഹിക്കുകയാണ് നമ്മൾ അവിടെ കാണുന്നത്. അത് അങ്ങനെ പ്രത്യക്ഷത്തിൽ അവകാശം വരുന്ന തരത്തിൽ ചെയ്യുന്ന കുടുംബങ്ങൾ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഇത്രയും വിഭാഗക്കാരുണ്ട്. അതിന് പുറമെ ഇപ്പം നമ്മുടെയൊക്കെ സംഘത്തിൻ്റെയൊക്കെ എത്രയോ പ്രവർത്തകർ, അവിടെ സേവാഭാരതിയുടെയൊക്കെ ആളുകൾ, അവരും ഒരു തരത്തിൽ ചെയ്യുന്നത് ഇതേ അച്ഛനെയും അമ്മേനെയും സേവിക്കുക എന്നുള്ളതാണ്. അവരവരുടെ ഉറക്കവും മറ്റു കാര്യങ്ങളും പ്രയാസങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് പറയുമ്പോൾ ഇത്രയധികം പ്രതിബന്ധങ്ങളെ തരണം ചെയ്ത് എത്തേണ്ട ഒരു സ്ഥലമാണ്. അവിടെ അവരെത്രയും നാൾ ക്യാമ്പ് ചെയ്തുകൊണ്ട് ഭക്ഷണം കൊടുക്കാനും ജലം കൊടുക്കാനൊക്കെ അവർ നടത്തുന്ന ശ്രമം, തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമം, ഇതൊക്കെ ഇപ്പം അവിടെ ജോലി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥരായിക്കോട്ടെ, ഇവരൊക്കെ ഒരു തരത്തിൽ ചെയ്യുന്നത് ഒരു തരത്തിലുള്ള ആ അച്ഛനും അമ്മേനെയും സേവിക്കുക എന്നുള്ള പ്രവർത്തനമാണ്. അത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത് ഈ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ ഒരു സങ്കടം, സത്യം പറഞ്ഞാൽ. പക്ഷെ അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ പ്രകൃതിയെ അങ്ങനെ തന്നെ നിലനിർത്തേണ്ട ഒരു ആവശ്യകത ആ നാട്ടിലുണ്ട്, അല്ലെങ്കിൽ ആ ആരാധനാലയത്തിനുണ്ട്. അപ്പോൾ ഈ ശബരിമലയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു പ്രാധാന്യം ഉണ്ടല്ലോ, അതുപോലെ തന്നെ ഒരു എന്താ പറയുക, വേണമെങ്കിൽ ഒരു കാവ് എന്ന് വിളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ആരാധന തന്നെ കൊട്ടിയൂർ. കാരണം ആ ഭഗവാന്റെ ആ സ്വയംഭൂ ലിംഗത്തിലേക്ക് എല്ലാ തരത്തിലുള്ള പ്രകൃതിയായിട്ടുള്ള ബന്ധം അതിന് നേരിട്ടുണ്ട് സദാസമയത്തും. അപ്പം അതുകൊണ്ട് തന്നെ പ്രകൃതിയുമായിട്ട് അത്രയധികം ഇണങ്ങി നിൽക്കുന്ന ആ സ്ഥലത്ത് നമ്മൾ ചെല്ലുമ്പോൾ അതിനെ കൂടി സംരക്ഷിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്തോടെ നമുക്കുണ്ട്. അതുകൊണ്ടുകൂടി ആയിരിക്കാം ചിലപ്പോൾ അതിനൊരു ധാരണ ഇത്ര കാലം എന്നുള്ളത് വെച്ചിട്ടുണ്ടാവുക. അപ്പൊ നമുക്കറിയാം മുതിരേരി വാള് കൊണ്ടുവരുന്ന ചടങ്ങ്, അതോട് കൂടിയിട്ടാണ് കൊട്ടിയൂർ മഹോത്സവത്തിന് ഒരു പ്രത്യക്ഷത്തിലുള്ള ഒരു തുടക്കമാവുന്നത്. അതിന് മുൻപുള്ള ആചാരങ്ങളൊക്കെ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കില്ലെങ്കിലും, അപ്പൊ ആ ഒരു ചടങ്ങ് എടുത്തു നോക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ പൊതുവെ നമുക്ക് കൊടിയേറ്റം ഒക്കെയാണ് ഉത്സവത്തിന് തുടക്കം ഉണ്ടാവുക. പക്ഷെ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു ചടങ്ങാണ് ഈ വാള് 30 കിലോമീറ്ററോളം ദൂരം ചുരം ഇറങ്ങിക്കൊണ്ട് ഒരു വ്യക്തി ഒറ്റയ്ക്ക് കൊണ്ടുവരിക. അവിടെ തുടങ്ങുകയാണ് അപൂർവത എന്ന് പറയുന്നത് കൊട്ടിയൂരിനെ സംബന്ധിച്ച്. നിഗൂഢമായ പൂജകൾ നടക്കുന്ന ഇടമാണ് കൊട്ടിയൂർ എന്ന് നമ്മൾ പറയും. ആ നിഗൂഢത എല്ലാ ആചാരങ്ങളിലും കൊട്ടിയൂരിലുണ്ട് എന്നുള്ളതല്ലേ? തീർച്ചയായിട്ടും. അത് സനാതന ധർമ്മത്തിന് ഇപ്പോൾ ഗോപ്യമായിട്ട് വെക്കേണ്ട ഒരുപാട് ആരാധനാ രീതികളുണ്ട്. ഇപ്പൊ നമ്മൾ ഇറക്കി പറയാറുണ്ടല്ലോ, അപ്പൊ കൊടുങ്ങല്ലൂർ ഭരണി സമ്പ്രദായത്തിൽ നമ്മൾ പറയുന്ന ഒന്നാണ് ഈ തൃച്ചന്ദനച്ചാർത്ത് പൂജയെക്കുറിച്ച് അവിടെ പറയാറുണ്ട്. ഇപ്പൊ ഭഗവതി ദാരികനുമായുള്ള യുദ്ധത്തിൽ ഭഗവതിക്ക് ഉണ്ടായിട്ടുള്ള ചികിത്സ, അതിന് മുറിവുകൾക്ക് ചികിത്സ നടത്തുന്നതാണ്. അത് വളരെ ഗോപ്യമായിട്ട് നടത്തുന്ന ഒരു ചടങ്ങാണ്. അതിൽ ഭഗവതി സുഖപ്പെട്ടു എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഈ കാവുകണ്ടിലേക്ക് ഭരണിയുടെ ഒരു ഇതിലേക്കൊക്കെ പോകുന്നത്. അതുപോലെ ഗോപ്യമായിട്ടുള്ള ആരാധനകൾ ഒരുപാട് നടക്കുന്ന ഒരു കേന്ദ്രമാണ് കൊട്ടിയൂർ. അത് പിന്നെ നമുക്ക് കാണാൻ സാധിക്കുക ശബരിമല പോലുള്ള ക്ഷേത്രങ്ങളിലാണ്. അവിടെ ഇതേപോലെ ഗോപ്യമായിട്ടുള്ള പല കാര്യങ്ങളുണ്ട്, നമ്മൾ കേൾക്കാറുണ്ട്. ഇതൊക്കെ അടങ്ങുന്നതാണ് സനാതന ധർമ്മം. അപ്പം അതുകൊണ്ട് തന്നെ അത് ആ ഒരു രീതി പിന്തുടരുന്ന ഇന്നും ആ ക്ഷേത്രം എന്നുള്ളത് നമ്മുടെ മഹത്വമായിട്ട് വേണം നമ്മൾ അതിനെ കണക്കാക്കാൻ. ആളുകൾക്ക് അതെന്താണെന്ന് അറിയാൻ പോലും അവർക്ക് താല്പര്യമില്ല അതെന്താണെന്ന്. കാരണം അവരതിൽ വിശ്വസിക്കുന്നു, ആ കർമ്മങ്ങൾ നടക്കണം എന്നുള്ളത് അവരുടെ കൂടി ഒരു ആരാധനയുടെ ഭാഗമായിട്ട് അവർ കാണുന്നു. ഇപ്പം സ്ത്രീകൾക്ക് പ്രവേശനമുള്ള സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീ പോലും അവിടെ പോകാൻ താല്പര്യപ്പെടുന്നില്ല, അല്ലേ? കാരണം ആ സമയത്ത് അവിടെ നടക്കേണ്ട ആരാധന ആ രീതിയിലുള്ളതാണ്. ഇനി അത് കഴിഞ്ഞ് മറ്റു പല ആരാധനയും അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ചേർന്നതാണ് കൊട്ടിയൂർ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ മുതിരേരി വാഴ എഴുന്നള്ളിപ്പ് അല്ലെങ്കിൽ കൊട്ടിയൂരിന് ഞാൻ പലപ്പോഴും എൻ്റെ ഒരു വീക്ഷണമാണ്, കൊട്ടിയൂർ ഒരു കാവ് സങ്കല്പത്തിലുള്ള ക്ഷേത്രം തന്നെയാണ്. നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും ഒരു സമയത്ത് നോക്കൂ, നമ്മളൊക്കെ പണ്ടൊക്കെ നമ്മുടെ വീടുകളിലോട് ചേർന്നിട്ടുള്ള കാവുകളിൽ ഇപ്പോൾ കൊല്ലത്തിൽ ഒരിക്കലും ഒരു പാലും വെള്ളരി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ചടങ്ങുണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്താണ് അവിടെ ആരാധന നടക്കുക. അത് കഴിഞ്ഞ് പിന്നെ ഒരു വർഷക്കാലം അവിടെ ആരാധനകളൊന്നുമില്ല. പിന്നെ അടുത്ത വർഷം. അപ്പോൾ ഞാൻ പറയുമ്പോൾ അത്രയും കുറച്ച് പൂജ കിട്ടിയിട്ട് പോലും ആ ചൈതന്യത്തിന്റെ വർധനം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് ദിവസം തുറന്നു വെച്ചാലുള്ള അവസ്ഥ ഉണ്ടാവുന്ന ആലോചിച്ചു. നമുക്ക് ഒരിക്കലും അങ്ങനെ തുറന്നു വയ്ക്കാൻ സാധിക്കില്ല. ഇപ്പൊ ശബരിമല എന്തുകൊണ്ട് ദിവസം തുറന്നുകൂടെ ചോദിക്കുന്ന പോലെ ഒരു വിഡ്ഢിത്തരാണ് ആ ചോദ്യം. ആ ഭഗവാന്റെ തപസ് അവിടെ എങ്ങനെയാണോ നടക്കുന്നത്, അതുപോലെ ഇവിടെയും ഗോപ്യമായിട്ടുള്ള രീതിയിലേക്ക് വീണ്ടും പ്രകൃതിയിലേക്ക് ആ ക്ഷേത്രം ലയിച്ചു ചേരുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ പോകുന്ന ആരാധനാലയങ്ങൾ പൊതുവിൽ കുറവായതുകൊണ്ട് തന്നെ കൊട്ടിയൂരിന് വൈശിഷ്ട്യം വളരെയധികം കൂടുതലാണ്. ആ കൊട്ടിയൂരിലേക്ക് ഇന്ന് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ആ മഹത്വമൊക്കെ പതിയെ നമ്മുടെ ഈ കേരളത്തിൻ്റെ ഒരു ഭൂവിഭാഗത്തിൽ നിന്ന് അപ്പുറത്തേക്ക് എത്തിത്തുടങ്ങി. അതുകൊണ്ടായിരിക്കാം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഉൾപ്പെടെ ഒരുപാട് ആളുകൾ ഇന്ന് കൊട്ടിയൂരിലേക്ക് വരുന്നതും. അവരും ഇന്ന് അറിയാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്തൊക്കെയാണ് കൊട്ടിയൂരിലെ രീതികൾ. ഇപ്പോൾ മുതിരേരി വാളിൻ്റെ കാര്യം, ഇപ്പോൾ വീരഭദ്രസ്വാമി ഉപയോഗിച്ചിരുന്ന വാൾ എന്നുള്ള ഭാവത്തിലാണ് അതിന് എഴുന്നള്ളിക്കുന്നത്. അതിൽ അദ്ദേഹത്തിന് മിക്കവാറും കണ്ടിട്ടുണ്ടാവും, അദ്ദേഹം ധ്യാനിച്ചിരിക്കുന്ന സമയത്ത് ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ വെളിപാടുണ്ടാവുകയും അദ്ദേഹം ശ്രീകോവിലിനകത്ത് കയറിയിട്ട് ആ വാൾ എടുത്തിട്ട് പിന്നെ നടന്ന് അവസാനിക്കുന്നത് ക്ഷേത്രത്തിലാണ് അല്ലെങ്കിൽ മാർത്തറയിലാണ്. അപ്പം അത്രയും ഒരു മനുഷ്യന്റെ സാധന ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. കൊട്ടിയൂരിലെ ആരാധനയിൽ നമ്മുടെ സനാതനധർമ്മത്തിൽ ഉദ്ഘോഷിക്കുന്ന എല്ലാ സമ്പ്രദായങ്ങളും ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും. ഇപ്പോൾ ഒരു മനുഷ്യന്റെ ആത്മസമർപ്പണത്തിന്റെ രീതി ആയിക്കോട്ടെ, പലതരത്തിലുള്ള ഇപ്പം ശിവേലി എഴുന്നള്ളിക്കുന്ന സമയത്ത് നാമഘോഷങ്ങൾ ചെയ്യുന്ന രീതി ആയിക്കോട്ടെ, ഇതൊക്കെ തെളിഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ആരാധനാലയമാണ് കൊട്ടിയൂർ. അപ്പം അതുകൊണ്ട് തന്നെ സാധിക്കുന്ന ആളുകൾ അവിടെ ചെല്ലുന്ന സമയത്ത് നമുക്ക് അവരോടുള്ള അഭ്യർത്ഥന എന്ന് പറയുന്നത് ഒരു കാരണവശാലും ആ ആരാധനാലയത്തിന്റെ പവിത്രതയെ നശിപ്പിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ ചെയ്യാതിരിക്കുക എന്നുള്ളത് മാത്രമാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ കൊട്ടിയൂരിനെ സംബന്ധിച്ചിട്ട് മഹാദേവന്റെ സങ്കല്പമാണെങ്കിലും വിഷ്ണുവിന് വലിയ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമായിട്ട് നമ്മൾ കാണാറുണ്ട്. ഇപ്പൊ ഗോവിന്ദാവിളികള് കൊട്ടിയൂരിനെ സംബന്ധിച്ച്
ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്ന നാമജപമാണ്. അല്ലെങ്കിൽ പാലിംഗന പുഷ്പാഞ്ജലി എടുക്കുകയാണെങ്കിൽ തന്നെ ഭഗവാന്റെ ഒരു വിഷ്ണുവുമായിട്ടുള്ള ഒരു ആത്മബന്ധം നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഒരു വൈഷ്ണവ സങ്കല്പം കൂടി ആ ക്ഷേത്രത്തിന് ഉണ്ട് എന്നുള്ളതാണോ? നോക്കൂ, നമ്മുടെ സനാതന ധർമ്മത്തിൽ ശിവനെയും വിഷ്ണുവിനെയും അല്ലെങ്കിൽ ഏത് ദേവതാ സങ്കല്പം ആയിക്കോട്ടെ അതിലൊക്കെ അടങ്ങിയിട്ടുള്ള ബ്രഹ്മതേജസ് ഒന്നാണെന്ന് പഠിപ്പിക്കുന്ന ധർമ്മമാണ് സനാതന ധർമ്മം. പ്രത്യേകിച്ച് ഇപ്പോൾ കൊട്ടിയൂർ ഉൾപ്പെടുന്ന ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത് ഈ ഭാർഗവ ക്ഷേത്രത്തിലാണ്, പരശുരാമ ഭൂമിയിലാണ്. പരശുരാമസ്വാമി എന്ന് പറയുന്നത് മഹാവിഷ്ണുവിൻ്റെ അവതാരമായിട്ടുള്ള ഒരു ഭഗവാനാണ്. അദ്ദേഹത്തിൻ്റെ ഗുരുനാഥ സങ്കല്പത്തിലുള്ളത് ആരാണ്? സാക്ഷാൽ മഹാദേവനാണ് പരശുരാമൻ്റെ ഗുരുനാഥൻ. അല്ലെങ്കിൽ ശങ്കര ഭഗവത്പാദരുടെ ജന്മദേശമാണ് കേരളം എന്ന് പറയുന്നത്. അദ്ദേഹമാണ് അദ്വൈതം എന്ന് പറയുന്ന സിദ്ധാന്തത്തിനെ ലോകം മുഴുവൻ ഈ പന്തലിക്കുന്ന നേരത്തിൽ അദ്ദേഹമാണ് അതിൻ്റെ ഒരു വിപണനം നടത്തുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള മഹാത്മാക്കളുടെ ഒരു പാരമ്പര്യം കേരളത്തിന് അനുഭവപ്പെടുന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ശൈവ വൈഷ്ണവ ഭേദം എവിടെയും നമുക്ക് കാണാൻ സാധിക്കില്ല. അത് ഏറ്റവും കൂടുതൽ യോജിച്ച് നിൽക്കുന്ന പല അടയാളങ്ങളും കാണാൻ സാധിക്കുകയും ചെയ്യും. അത് ഒന്നാണ് കൊട്ടിയൂർ, അതൊന്നാണ് ശബരിമല. അവരോടാണ് നമ്മൾ ഈ ഹരിഹരപുത്രൻ എന്നുള്ള സങ്കല്പം പറയുന്നത്. ഇതേപോലെ പല സ്ഥലങ്ങളിലും നമുക്ക് പലയിടത്തും കാണാം. അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ നേരത്തെ അവിടെ സംസാരിച്ച പോലെ തന്നെ പരമണ്ണ ശങ്കരനാരായണൻ എന്നുള്ള ഭാവത്തിൽ തന്നെ ഭഗവാനെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വടക്കുന്നാഥനകത്തും ശങ്കരനാരായണനുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ശിവക്ഷേത്രങ്ങളിൽ പോലും വിഷ്ണുവിൻ്റെ സാന്നിധ്യം നമുക്ക് കേരളത്തിൽ പല സ്ഥലത്തും പ്രകടമായിട്ട് കാണാൻ സാധിക്കും. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ടും ഒരു വസ്തുവാണെന്നുള്ള ഭാവം. ബാണയുദ്ധം കഥ പറയുന്ന സമയത്ത് കൃഷ്ണനും അതുപോലെ തന്നെ ശിവനും ആലിംഗനം ചെയ്യുന്ന രംഗം മാനവേദൻ കൃഷ്ണഗീതി എഴുതുന്ന സമയത്ത് മനസ്സിൽ കണ്ടപ്പോൾ അദ്ദേഹം രണ്ടായിട്ട് കണ്ടില്ല അത്രേ, ഒറ്റ ജ്യോതിസ് മനസ്സിൽ കണ്ടു എന്നാണ്. കാരണം അത് രണ്ടും ഒരു വസ്തുവാണ്. അതാണ് യഥാർത്ഥത്തിൽ ഈ ആലിംഗന പുഷ്പാഞ്ജലിയിൽ നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ കുറുമാത്തൂരിലെ നായ്ക്കൻ രോഹിണി ആരാധന സമയത്ത് അർച്ചന കഴിഞ്ഞ് അതിലേക്ക് അങ്ങോട്ട് കിടക്കുന്ന സമയത്ത് ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു ജ്യോതിസ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഭക്തിയോടുകൂടി നോക്കുകയാണെങ്കിൽ ശിവനെയും വിഷ്ണുവിനെയും ഒന്നായിട്ട് കാണാൻ സാധിക്കുന്ന ഏറ്റവും മഹത്തരമായിട്ടുള്ളൊരു രീതിയാണ് ഈ ആലിംഗന പുഷ്പാഞ്ജലി എന്നുള്ളത്. പിന്നെ പറയുമ്പോൾ കൊട്ടിയൂർ എന്ന് പറയുന്നത് 108 ശിവാലയങ്ങളിൽ ഒന്നാണ്. മഹാദേവനാണ് പ്രധാനപ്പെട്ട പ്രതിഷ്ഠ എന്ന് പറയുന്നത്. വിഷ്ണുവിൻ്റെ പ്രത്യക്ഷ സാന്നിധ്യം നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നില്ല. പക്ഷെ എങ്കിലും അവിടെ പോകുന്ന ആൾക്കാരൊക്കെ ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ എന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ നമ്മുടെ ധർമ്മം അത് രൂപകൽപ്പന ചെയ്ത ആളുകൾ തീരുമാനിച്ചിട്ടുണ്ടാവും ഇവിടെ ഒരിക്കലും വിഷ്ണുവിൻ്റെയും ശിവന്റെയും പേര് പറഞ്ഞൊരു കലഹം അല്ലെങ്കിൽ ഭേദഭാവം കാണാത്ത തരത്തിൽ. കാരണം വിഷ്ണുവിനെയും ശിവനെയും രണ്ടായിട്ട് കാണുന്ന ആളുകൾക്ക് യഥാർത്ഥത്തിൽ ബ്രഹ്മബോധം ഇല്ല എന്നാണ്. അവർക്ക് ഒരു ആരാധനയും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യേണ്ടതായിട്ടില്ല. അവർ ആ രീതിക്ക് പാകപ്പെട്ടവരല്ല. വിഷ്ണുവിൻ്റെ നാമം ജപിച്ചുകൊണ്ട് ശിവന്റെ ഒരു ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കുക എന്ന് പറയുന്നത് കൊട്ടിയൂരാണ് നമ്മൾ ഏറ്റവും പ്രകടമായിട്ട് കാണുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ശിവവിഷ്ണു ഐക്യത്തിൻ്റെ കൂടി ഭൂമിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രകൃതി പുരുഷ ഐക്യത്തിൻ്റെ ഭൂമിയായിട്ട് കൊട്ടിയൂർ നിലനിൽക്കുന്നത് പോലെ തന്നെ ശൈവ വൈഷ്ണവ ശക്തികളുടെ ഒരു ഐക്യം കൂടി നമുക്ക് കൊട്ടിയൂർ കാണാൻ സാധിക്കും. ഇപ്പം നമ്മൾ എപ്പോഴും പറയാറുണ്ട്, വ്യാസഞ്ചേട്ടൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, മനുഷ്യവികാരങ്ങളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ദേവതയാണ് മഹാദേവൻ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ മുൻപൊരു ഇന്റർവ്യൂവിൽ നമ്മൾ തന്നെ സംസാരിച്ചിട്ടുണ്ട്, സതിയുടെ വിരഹ സമയത്ത് മഹാദേവൻ കടന്നു പോകുന്ന ഒരു അവസ്ഥയെ കുറിച്ചിട്ടൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ആ സമയത്ത് മഹാവിഷ്ണു ഭഗവാന് തണലാകുന്നതാണ് ഈ പുഷ്പാഞ്ജലി എന്ന് പറയുന്നത്. ആ ഒരു കഥ എങ്ങനെയായിരിക്കും? കഥയായിട്ട് പറയുന്ന സമയത്ത് നമ്മൾ പറയുമല്ലോ, അപ്പൊ മഹാദേവൻ സതീദേവിയുടെ ദേഹത്യാഗം ഉണ്ടായ സമയത്ത് അദ്ദേഹം ഈ യാഗം, ദക്ഷന്റെ യാഗം മുഴുവൻ ഭദ്രകാളിയെയും വീരഭദ്രസ്വാമിയും ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം നശിപ്പിക്കുന്നു. ദക്ഷന്റെ തല ഇറക്കുന്നു വീരഭദ്രൻ. അത് കഴിഞ്ഞ് ദക്ഷൻ തന്നെ മാനസാന്തരപ്പെട്ട് ഭഗവാനെ സ്തുതിക്കുന്ന സമയത്ത് അവരുടെ രണ്ടാവശ്യങ്ങളാണ്. ഒന്ന്, ദക്ഷന് ജീവൻ കൊടുക്കണം. രണ്ട്, യാഗം കംപ്ലീറ്റ് ചെയ്യണം, തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്തണം എന്നുള്ളതാണ്. അപ്പോൾ മഹാദേവന്റെ കൂടി സാന്നിധ്യത്തിലാണ് യാഗം പൂർത്തീകരിക്കുന്നത്. രണ്ട്, ദക്ഷന് ഒരു ആടിൻ്റെ തല വെച്ച് കൊടുത്തു എന്നാണ്. കഥകളിലൊക്കെ ആണെങ്കിൽ ദക്ഷയാഗം കഥ നടക്കുന്ന സമയത്ത് ഈ ആടിൻ്റെ തലയോട് കൂടിയിട്ട് മഹാദേവനെ സ്തുതിക്കുന്ന ദക്ഷനൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ദക്ഷൻ സ്തുതിക്കുന്നുണ്ട്. ആ സമയത്ത് പിന്നീട് ഭഗവാൻ ഉണ്ടായിട്ടുള്ള ഈ ഒരു വിരഹാവസ്ഥ, ആ സമയത്ത് ദേവിയുടെ ദേഹം ഉപയോഗിച്ചുകൊണ്ട് ഭഗവാൻ പ്രപഞ്ചത്തിൽ സഞ്ചരിച്ചു എന്നും ഇനി ഇങ്ങനെ ഭഗവാൻ സഞ്ചരിച്ചു കഴിഞ്ഞാൽ അത് ലോകത്തിന് ആപത്താവുമെന്ന് മനസ്സിലാക്കിയ മഹാവിഷ്ണു തൻ്റെ ചക്രം കൊണ്ട് ദേവിയുടെ ശരീരത്തെ കഷ്ണങ്ങളാക്കിയെന്നും ആ കഷ്ണങ്ങൾ വീണ സ്ഥലങ്ങളൊക്കെ ശക്തിപീഠങ്ങളായിട്ട് മാറി എന്നുമാണ് പറയുന്നത്. അപ്പോൾ അതൊരു ഭാഗമായിട്ട് നമ്മൾ പറയും. കൊട്ടിയൂരിൻ്റെ കഥയിൽ അതിനെ കുറച്ചുകൂടെ ആ ദേഹം കൂടി പോയ സമയത്ത് ഭഗവാൻ ഉണ്ടായിട്ടുള്ള വേദനയെ മാറ്റാനായിട്ട് മഹാവിഷ്ണു ആലിംഗനം ചെയ്ത് ഭഗവാനെ തണുപ്പിച്ചു എന്നാണ്. നമുക്ക് മഹാദേവൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും അഗ്നിയാണ് അല്ലേ, ശിവൻ എന്ന് പറഞ്ഞാൽ തന്നെ തീയാണെന്നാണ് നമ്മൾ സങ്കല്പിക്കുക. മഹാദേവൻ അഗ്നിതത്വത്തിലുള്ള ആളാണ്. നാരായണൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ജലതത്വമാണ് കൂടുതലായിട്ടുള്ളത്. നാരത്തിൽ അയനം ചെയ്യുന്നത് കൊണ്ട് നാരായണൻ. അപ്പൊ അഗ്നിയെ ജലം കൊണ്ട് തണുപ്പിച്ചു എന്നുള്ളൊരു ഭാവം. അപ്പോൾ ഇതൊക്കെ തന്നെ സത്യം പറഞ്ഞാൽ സംഭവിക്കേണ്ടത് നമ്മുടെ മനസ്സിലാണെന്നാണ് ഞാൻ നോക്കിക്കാണുന്നത്. കാരണം ശിവൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവാണ്. ആ ആത്മാവിനെ തണുപ്പിക്കാനായിട്ടുള്ള വിഷ്ണുവിന്റെ ശക്തിയാണ് ഉപയോഗിച്ചത്. നമുക്കിപ്പോൾ ഉള്ളു പൊള്ളുന്നു എന്ന് പറയുമ്പോൾ പല ആൾക്കാരും നാരായണനാമം ജപിക്കാൻ പറഞ്ഞതിൻ്റെ ഒരു ധാരണ പറയാനൊക്കെ ഈ ഒരു കഥ ഉദാഹരിക്കാറുണ്ട്. ശിവനാകുന്ന ആത്മാവിനെ തണുപ്പിക്കാൻ എങ്ങനെയാണോ വിഷ്ണു സഹായിച്ചത്,
അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ഒരു കർത്തവ്യമായിട്ട് അദ്ദേഹം ചെയ്തത്. തിരിച്ചും പല സമയത്തും മഹാവിഷ്ണുവിനെ സഹായിക്കാനായിട്ട് മഹാദേവനും പല സമയത്തും ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ പല ഭാഗങ്ങളിൽ നമുക്ക് നോക്കി നോക്കി കാണാൻ പറ്റും. ഒരാൾ മാത്രം എപ്പോഴും സഹായങ്ങൾ ഏറ്റുവാങ്ങാനായിട്ടുള്ള, ഇന്നിപ്പോൾ എനിക്കുണ്ടായിട്ടുള്ളൊരു വിഷമം എന്താ വെച്ചാൽ, പല ആളുകളും പറഞ്ഞ് എപ്പോഴും മഹാദേവനെ രക്ഷിക്കുന്ന ഒരാളായിട്ട് വിഷ്ണുവിനെ ചിത്രീകരിക്കുന്ന രീതിയുണ്ട്. അതെന്തിനാ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിഷ്ണുവിനെ ഉയർത്താനും മഹാദേവനെ ഒന്ന് താഴ്ത്താനുമാണ് അത് ചെയ്യുന്നത്. അത് ചെയ്യുന്നത് വളരെ പാതകമായിട്ടുള്ളൊരു കാര്യം. ഒരിക്കലും അങ്ങനെ ചെയ്യരുതെന്നാണ്. പലയിടത്തും നമുക്ക് തിരിച്ചും കാണാം. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ മഹാവിഷ്ണുവായിട്ടുള്ള ഭഗവാൻ കൃഷ്ണാവതാരം എടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് പുത്രൻ ഉണ്ടാവാൻ അനുഗ്രഹിക്കുന്നത് മഹാദേവനാണ്, സാമ്പൻ എന്ന് പറയുന്ന പുത്രൻ ഉണ്ടാവാൻ. അപ്പം ഇത് രണ്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തും കൊണ്ടും മുന്നോട്ട് പോകുന്ന രണ്ട് ചൈതന്യങ്ങളാണ്. അതിൽ തന്നെ ഭഗവാന്റെ ഇപ്പം നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ ഗുരുവായൂരപ്പൻ്റെ കാര്യം നമ്മൾ എടുക്കണമെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഗുരുവായൂരപ്പൻ്റെ ആറാട്ട് നടക്കുന്ന കുളത്തിൻ്റെ പേര് മഹാദേവൻ്റെ പേര് രുദ്രതീർത്ഥം എന്നാണ് അതിൻ്റെ പേര്. അപ്പം ഇത്രയധികം ഭേദഭാവം തമ്മിൽ ഇവർ കാണിക്കണില്ല. നമ്മൾ അതിനെ കാണാതിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. അത് നമുക്ക് ഒരു ഭക്തനെ, ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം അത് പ്രകടമായിട്ട് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ കൊട്ടിയൂർ ഒരു തവണ പോയാൽ മതി. ഇപ്പോൾ മഹാദേവനാണ് വലുത് എന്നുള്ള ചിന്താഗതി കൊണ്ട് ഒരാൾ അങ്ങോട്ട് കടന്നു ചെല്ലുന്നു കഴിഞ്ഞാൽ അയാളുടെ കേൾവിക്ക് ഏറ്റവും കൂടുതൽ കേൾക്കുക മഹാവിഷ്ണു നാമമാണ്. അതോടുകൂടി തന്നെ ഉള്ളിൽ നമ്മൾ വെച്ചിട്ടുള്ള ആ ബോധ്യം അതോടുകൂടി തകർന്നു വീഴും. പിന്നെ നമ്മൾ പോയി കാണുന്നത് ശിവനെയും വിഷ്ണുവിനെയൊക്കെ ഒന്നാണ് എന്നുള്ള ഭാവത്തിൽ പോയി ചെന്ന് കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ഹരിഗോവിന്ദ നാമത്തിനും ആലിംഗന പുഷ്പാഞ്ജലിക്കൊക്കെ അങ്ങനെ വലിയ മാനങ്ങളുണ്ട് എന്നുള്ളതാണ് കാണേണ്ടത്. ഇപ്പോൾ അമ്മാറക്കല്ല് കാണാൻ പറ്റും നമുക്ക് കൊട്ടിയൂരിൽ ചെന്ന് കഴിഞ്ഞ്. അമ്മ മറഞ്ഞ കല്ല് എന്നാണ് വിശ്വാസം. ഇപ്പൊ ഈ അമ്മാറക്കല്ല് നമ്മൾ എടുത്തു നോക്കുമ്പോൾ അവിടെ വലിയ ഒരു സ്തൂപമോ ഒന്നുമല്ല, ശരിക്കും ഒരു കല്ലാണ് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ മറ്റ് ഒരു പുതിയ രീതിയിൽ സ്ട്രക്ചർ ഉണ്ടാക്കിയോ ഒന്നും, അത് അതുപോലെ തന്നെ നിലനിർത്താൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതും ആ വിശ്വാസത്തിന് കുറച്ചും കൂടി ഊർജ്ജം നൽകുന്നതാണ് എന്നുള്ളതല്ലേ? തീർച്ചയായിട്ടും. നമ്മളിപ്പോൾ എത്രയൊക്കെ വികസനം പറഞ്ഞാലും, എത്രയൊക്കെ നമ്മൾ പുരോഗതിയുടെ കാലഘട്ടത്തിലാണ് സഞ്ചരിക്കുന്നതെന്ന് പറഞ്ഞാലും, പ്രാഥമികമായിട്ടുള്ള ആവശ്യങ്ങൾ മനുഷ്യന് വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാവാന്നല്ലാതെ ആ ആരാധനാലയത്തിന്റെ ഘടനയെ മാറ്റം വരുത്തുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളും നടത്തരുത് എന്നാണ് പൊതുവിലുള്ള വിശ്വാസം. കാരണം കാവോ അല്ലെങ്കിൽ ക്ഷേത്രമോ പ്രകൃതിയായിട്ട് ബന്ധമുള്ളതാണെന്നുണ്ടെങ്കിൽ ആ ബന്ധം സദാസമയവും കാത്തു സൂക്ഷിക്കുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. അല്ലാതെ നമ്മളുടെ സൗകര്യത്തിനനുസരിച്ച് വികസന പ്രവർത്തനങ്ങൾ നമുക്ക് ഇങ്ങോട്ട് തോന്നുകയാണ്, നാളെ മുതൽ അമ്മാറത്തറയിൽ ഒരു കോൺക്രീറ്റ് കൊണ്ടുള്ള ഒരു കെട്ടിടം ഉണ്ടാക്കി മഹാദേവനും ദേവിയൊക്കെ ഇനി മഴ കൊള്ളാതിരിക്കട്ടെ, വെയിൽ കൊള്ളാതിരിക്കട്ടെ എന്നുള്ള സ്നേഹിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ആ സ്ട്രക്ചർ എങ്ങനെയാണോ അത് അങ്ങനെ തന്നെ നിലനിർത്തി പോകാന്നുള്ളതാണ് വിധി. ഇപ്പോൾ പണ്ട് ഇപ്പം നീലിയാർ കൊട്ടത്തെ ഭഗവതിയുടെ കഥ പറഞ്ഞ കേൾക്കാറുണ്ട്. നീലിയാർ കൊട്ടത്തെ ഭഗവതിയോട് തെയ്യമായിട്ട് വരുന്ന സമയത്ത് ചില ആളുകൾ ചോദിച്ചു അത്രേ, അമ്മ ഇങ്ങനെ കാവായിട്ടിരിക്കുന്നത് കാണുമ്പോൾ പൈതങ്ങൾക്കൊരു വിഷമമുണ്ട്, അതുകൊണ്ട് അമ്മയ്ക്ക് ഞങ്ങളൊരു മേലാപ്പ് കെട്ടിത്തരട്ടെ എന്ന് വെച്ചാൽ അമ്മയ്ക്ക് മുകളിൽ കോൺക്രീറ്റ് ഇട്ട് തരട്ടെ എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പൊ ദേവി തെയ്യാണല്ലോ, അവിടെ സംസാരിക്കും. അവിടെ നമ്മുടെ മലബാറിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സംസാരിക്കുന്ന ദൈവങ്ങളാണ്. അപ്പൊ ദേവിയായിട്ടുള്ള തെയ്യം സംസാരിച്ചു എന്നാണ്, പൈതങ്ങളെ നിങ്ങളുടെ ഇഷ്ടത്തിനോട് എനിക്കൊരു വിരോധമില്ല, പക്ഷെ എനിക്ക് നിങ്ങൾ മേലാപ്പ് കെട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ മേലാപ്പിന് മുകളിൽ വീഴുന്ന അവസാനത്തെ മഴത്തുള്ളിയും അങ്ങ് ദൂരെ അറബിക്കടലിൽ ചെന്ന് പതിക്കുന്ന വലിപ്പത്തിൽ കെട്ടാൻ സാധിക്കുന്നുണ്ടെങ്കിൽ കെട്ടിയാണ് അത്ര ഭഗവതി പറഞ്ഞത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഞാൻ ഹാപ്പിയാണ് ഈ ഒരു സ്ട്രക്ചർ വെച്ചിട്ട്, നിങ്ങൾ ആവശ്യമില്ലാത്ത ഒരു തരത്തിലുള്ള മേലാപ്പും എനിക്ക് തരണ്ട എന്നാണ്. കാരണം പ്രകൃതി, അമ്മ എന്ന് പറഞ്ഞാൽ തന്നെ പ്രകൃതിയാണ്. ആ പ്രകൃതിയാണ് നമ്മൾ പ്രകൃതിയായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് വിച്ഛേദിക്കാൻ നോക്കുന്നത്. അത് വലിയ അപരാധം. ഇപ്പോൾ പലയിടത്തും നമ്മൾ കാണുന്നത്, ഇന്ന് ഒരു ക്ഷേത്രം, ആ ക്ഷേത്രത്തിലിരിക്കുന്ന മൂർത്തി ഒരു വൃക്ഷത്തിന്റെ ചോട്ടിലോ ഒരു വെട്ടിമരത്തിന്റെയോ ആൽമരത്തിന്റെ ചോട്ടിലാണെങ്കിൽ ആദ്യം ആ മരം വെട്ടി തെളിച്ചിട്ട് ഇനി അവിടെ അങ്ങോട്ട് അമ്പലം ഉണ്ടാക്കാന്ന് പറഞ്ഞ സത്യം പറഞ്ഞ വലിയ പാതകമാണ്. യഥാർത്ഥത്തിൽ ആ പ്രകൃതിയെ കൂടി നിലനിർത്തിക്കൊണ്ട് ആ ആരാധന മുന്നോട്ട് കൊണ്ടുപോവാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. അത് നമുക്കൊരു ഉദാഹരണം വെച്ച് പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും കേമപ്പെട്ട ഒരു ആരാധനാലയം തന്നെയാണ് കൊട്ടിയൂർ. കാരണം അത് അതുപോലെ തന്നെ ഇന്നും പരമാവധി അവർക്ക് എങ്ങനെ അത് തുടർന്ന് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടോ എല്ലാ രീതിയും, ഇപ്പം ശിവയിൽ എഴുന്നള്ളത്തായിക്കോട്ടെ അല്ലെങ്കിൽ ഇളനീര് കൊണ്ടുവരുന്ന രീതി ആയിക്കോട്ടെ, ഒക്കെ ആ പണ്ടുണ്ടായിരുന്ന രീതി എന്താണോ അത് തന്നെയാണ് ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്. ഒരു മാറ്റങ്ങളും വന്നിട്ടില്ല. അത് അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ്. കാരണം അതിലൊക്കെ വെള്ളം ചേർക്കാൻ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ ആരാധനയ്ക്ക് അർത്ഥമില്ല. അതുകൊണ്ട് ഉള്ളതുപോലെ തന്നെ നടക്കട്ടെ എന്നാണ് ഇപ്പോഴും. ഇപ്പൊ സതീദേവിയെ സംബന്ധിച്ച് അത്രത്തോളം ക്ഷേത്രങ്ങൾ നമ്മൾ കാണാറില്ല. ഇപ്പൊ 1-2 ക്ഷേത്രങ്ങൾ മാത്രമാണ് ദേവി ഇരിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. അതെന്തുകൊണ്ടായിരിക്കും ദേവിക്ക് ക്ഷേത്രങ്ങൾ കുറഞ്ഞിട്ടുണ്ടാവുക? അങ്ങനെ പറയേണ്ട ആവശ്യമില്ല സത്യം പറഞ്ഞാൽ. കാരണം സതി എന്ന് പറയുന്നത് പരാശക്തി തന്നെയാണ്. ഇപ്പോൾ പാർവതി എന്ന് വിളിച്ചാലും സതി എന്ന് വിളിച്ചാലും മഹാദേവന്റെ അർദ്ധാംഗിനി ആയിട്ടുള്ളത് യഥാർത്ഥത്തിൽ പരാശക്തിയാണ്. അപ്പോൾ സതി എന്നുള്ള പേര് കൊണ്ട് നമുക്ക് വിളിക്കണം എന്ന് നിർബന്ധം. പാർവതി എന്ന് വിളിച്ചാലും സതി തന്നെയാണ് പാർവതിയായിട്ട് ജനിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇപ്പം ദക്ഷന്റെ മകളായിട്ട് ഒരു ജന്മത്തിലും അടുത്ത ജന്മത്തിൽ ഹിമവാന്റെ മകളായിട്ടും ഭഗവതി ജനിച്ചു എന്നാണ്. അപ്പം അതുകൊണ്ട് അത് ഒരൊറ്റ വസ്തുവായിട്ട് തന്നെ കാണുക. പിന്നെ സതീദേവിക്ക് പ്രധാനമായിട്ട് പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങൾ കുറവാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ പല ക്ഷേത്രങ്ങളും, ഇപ്പോൾ 108 ശിവാലയങ്ങളിൽ ഇപ്പോൾ നമ്മൾ കൊട്ടിയൂർ പറയുമ്പോൾ ദേവിയുടെ ഭാഗമാണ് നമ്മൾ പറയുന്നത്, സതിയാണ് കൂടുതൽ പ്രാധാന്യം പറയുന്നത്. ഇതേപോലെ 108 ശിവാലയങ്ങളിൽ ഒന്നാണ്, എൻ്റെ മനസ്സ് ശരിയാണെന്നുണ്ടെങ്കിൽ, തിരുവൈരാണിക്കുളം. തിരുവൈരാണിക്കുളത്ത് സതീദേവിയുടെ പ്രതിഷ്ഠ ഉണ്ട്.
മഹാദേവന്റെ വലതുഭാഗത്തായിട്ട് അവിടെ നിങ്ങൾക്ക് സതീദേവിയെ കാണാൻ സാധിക്കും. അവിടെ ഞാൻ പറയുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, അവിടെ ശ്രീപാർവതി ദേവിയുടെ നട വർഷത്തിൽ 12 ദിവസം നടക്കുന്നുണ്ട് അല്ലേ. ഇവിടെ സതീദേവിയുടെ നട അവിടെ എല്ലാ ദിവസവും തുറന്നു വെച്ചിട്ടുണ്ട്. കാരണം സതി നമുക്ക് എപ്പോഴാണെങ്കിലും അവിടെ പോയി കാണാം. അപ്പൊ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് മഹാദേവന്റെ കൂടെ എപ്പോഴും ഭഗവതി ഉണ്ട്. മഹാദേവൻ ഒറ്റയ്ക്ക് ഇരിക്കുക എന്ന് പറയുന്ന രീതിയില്ല. ശിവനും ശക്തിയും ആത്യന്തികമായിട്ട് ഒരു വസ്തു തന്നെയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞാൽ വാക്കും അർത്ഥവും ചേർന്നിരിക്കുന്നതാണ്. ഒരു വാക്കുണ്ടെന്നുണ്ടെങ്കിൽ അതിന് അർത്ഥമുണ്ട്. അർത്ഥം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അതിനൊരു പുറകിലൊരു വാക്ക് ഉണ്ടായിരിക്കണം. അതിനെ തമ്മിൽ വേർപിരിക്കാൻ സാധിക്കില്ല. അതുപോലെയാണ് പരാശക്തിയും മഹാദേവൻ എന്നാണ്. അതുകൊണ്ട് സതീദേവിയെ പ്രത്യേകമായിട്ട് നമ്മൾ എടുത്ത് കാണാതെ സർവ്വതിലും നിറഞ്ഞിരിക്കുന്നത് പരാശക്തിയായിട്ടുള്ള ഭഗവതി തന്നെയാണെന്നുള്ള ഭാവത്തിൽ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവില്ല. ഇപ്പൊ നമ്മൾ കൊട്ടിയൂരിനെ സംബന്ധിച്ചിട്ട് ഇത്തവണ നമ്മൾ ഒരുപാട് ജനങ്ങൾ ഒഴുകിയെത്തുന്ന ഒരു കാഴ്ച കണ്ടു. എല്ലാ വർഷങ്ങൾ പിന്നിടുമ്പോഴും എത്തുന്ന ജനങ്ങളുടെ എണ്ണം കൂടുകയാണ് എന്നുള്ളതാണ്. മഹാദേവനോടുള്ള ഒരു ഭക്തി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു എന്താ പറയുക, സുഹൃത്ത് ബന്ധമായി മാറുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ മഹാദേവനോട് പ്രണയം തോന്നി എത്തുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെ ഭഗവാനോടുള്ള ഭക്തിക്ക് ഒരു മാനമില്ല ഇന്ന്. അത് അത്രത്തോളം പ്രകടമായി തന്നെ നൽകാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കില്ലേ ഈ ഒരു ആളുകളുടെ ഒരു വരവ് കൂടാനുള്ള ഒരു കാരണമൊക്കെ? നോക്കൂ, 2 തരത്തിലാണ്. ഇപ്പൊ ഏതൊരു ആരാധനാലയത്തിലും പോകുന്ന മനോഗതിക്ക് അല്ലെങ്കിൽ മനോചിന്തയ്ക്ക് വലിയ പ്രാധാന്യമുള്ളത്. ഒരു ആരാധനാലയത്തിൽ നമുക്ക് ആരാധനയ്ക്ക് വേണ്ടിയിട്ടും ആത്മസമർപ്പണത്തോടുകൂടിയും പോവാം, 2 പിക്നിക്കായിട്ടും പോവാം. ഇപ്പൊ ഈവൻ ഇത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരാളാണ് സ്വാമി. അദ്ദേഹത്തിന്റെ അടുത്ത് പോയിട്ടും ആളുകൾ സ്വയം ആത്മസമർപ്പണത്തിന് പോകേണ്ട കേന്ദ്രമാണ് ശബരിമല എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലം. അവിടെ പോലും ചില ആളുകൾ ഭഗവാനെ ഒന്ന് കാണുക എന്നുള്ളതിലുപരിയായിട്ട് അതൊരു പ്ലഷർ ട്രിപ്പായിട്ട് മാറ്റുന്ന ആളുകൾ ഇന്നത്തെ കാലത്ത് ഒരുപാട് പേരുണ്ട്. അപ്പം കൃത്യമായിട്ട് 41 ദിവസം വ്രതം എടുത്ത് പോകുന്ന ഭക്തരും നമ്മുടെ ഇടയിലുണ്ട്. അതുപോലെ ഇപ്പം നമ്മൾ അനുഭവിച്ച ഈ തിരക്ക് എന്ന് പറയുന്നത് അത് മുഴുവനായിട്ട് ഭഗവാൻ മഹാദേവനോടുള്ള ഒരു സ്നേഹം കൊണ്ട് വന്ന ആളുകളാണെന്ന് നമുക്ക് അറിയാൻ സാധിക്കില്ല. കാരണം ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഇടപെടൽ അല്ലെങ്കിൽ അതിലൂടെ കിട്ടുന്ന റീച്ച് ഇതിനോടൊക്കെ അതെ അതെ അതിനു വേണ്ടിയിട്ട് അവിടെ വരിക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അത് വിധിയല്ല. കാരണം അത് ആരാധനാലയമാണ്. അതുപോലും എപ്പോഴും തുറക്കപ്പെട്ടുള്ള ഒരു ആരാധനാലയമല്ല. അത് കൃത്യമായ ഒരു സമയത്ത് തുറന്നു വെച്ചിട്ട് ഒരു സമയത്ത് അതിൻ്റെ ആരാധനകൾ പൂർത്തിയാക്കി വീണ്ടും അതിൻ്റെ ആ ജപാവസ്ഥയിലേക്ക്, യോഗാവസ്ഥയിലേക്ക് തിരിച്ചു പോകുന്ന ഒരു കേന്ദ്രമാണ്. അവിടെ ഒരിക്കലും ഞാൻ പറയുമ്പോൾ എൻ്റർടൈൻമെൻറ്റിന് അവിടെ സാധനമില്ല. അവിടെ വരുന്ന ആളുകൾ ഭക്തിയോടുകൂടി ഈ വരുന്ന ഭഗവാനെ കാണുക എന്നുള്ള രീതിക്ക് നിൽക്കാതെ അവിടെ ഈ റീൽസ് ചിത്രീകരിക്കാനോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് വരുന്ന ആളുകൾ സത്യം പറഞ്ഞാൽ ചെയ്യുന്നത് ആ ചിന്തയോടുകൂടി വരുന്ന ഭക്തർക്ക് കൂടി ബുദ്ധിമുട്ടുണ്ടാക്കുക എന്നുള്ളതാണ്. നമ്മൾ ഒരിക്കലും കൂടുതൽ ആളുകൾ വരുന്നതിനെ മോശമായിട്ട് ചിത്രീകരിക്കേണ്ട ആവശ്യമില്ല. എന്നുവെച്ചാൽ അങ്ങനെയാണ് വേണ്ടത്. നമ്മുടെ നാട്ടിലെ ആരാധനാലയങ്ങളുടെ മഹത്വമൊക്കെ മനസ്സിലാക്കി പുറമേ നിന്നുള്ള ആളുകൾ നമ്മുടെ ആരാധനാലയങ്ങളിലേക്ക് വരണം. പക്ഷെ ആ വരുന്ന ആളുകൾ ആ ആരാധനാലയത്തിൻ്റെ മഹത്വം എന്താണെന്നുള്ളതിൻ്റെ പ്രാഥമികമായിട്ടുള്ള ബോധ്യമെങ്കിലും അവർക്ക് ഉണ്ടാവുകയും അവിടെ അവർ വന്നിട്ടുള്ളത് ആരാധനയ്ക്കാണെന്നുള്ള ബോധ്യം അവർക്ക് ഉണ്ടാവുകയും ചെയ്യണം എന്നുള്ളതാണ്. ബാക്കി വികാരങ്ങളൊക്കെ അതിന് ശേഷമേ ഉള്ളൂ. ഇപ്പോൾ എനിക്ക് മഹാദേവനോട് അതിയായിട്ടുള്ള സ്നേഹമുണ്ട്, എനിക്കെന്നാൽ ഒന്ന് ആ തറയിൽ കയറി ഒന്ന് ഭജിക്കണം എന്നൊക്കെയുള്ള ഭാവത്തിലൊക്കെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അതൊന്നും സാധ്യമല്ല. അപ്പോൾ സാധിക്കുന്ന തരത്തിൽ നമുക്ക് എങ്ങനെയാണോ ഭജിക്കാൻ സാധിക്കുക അതിനു വേണ്ടിയിട്ട് ആരാധനാലയത്തെ ഉപയോഗിക്കുക. ഭഗവാൻ ആ ശ്രീകോവിലിനകത്ത് മാത്രമല്ല അല്ലെങ്കിൽ ആ തറയിൽ മാത്രമല്ല ഭഗവാനുള്ളത്. ആ ഭഗവാനാണ് എൻ്റെ ഉള്ളിലുള്ളത് എന്നുള്ള ബോധ്യമാണ് അവിടെ ചെന്ന് തൊഴുന്ന സമയത്ത് ഉണ്ടാവുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പ്രപഞ്ചം മുഴുവൻ മഹാദേവനാണെന്നാണ്. നമ്മൾ ഈ കാണുന്ന ആകാശത്തിന് പോലും ശിവലിംഗാകൃതിയാണുള്ളത്. അപ്പം എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കുന്നത് ശിവനെയാണ്. ആ ശിവനെ നമുക്ക് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു പ്രകൃതിയുടെ കൂടി ആവരണത്തിൽ കാണാൻ സാധിക്കുന്ന ഒരു കേന്ദ്രമായിട്ട് കൊട്ടിയൂരിനെ കാണുകയും അവിടെ നിൽക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഇന്നർ പീസ് അനുഭവിക്കാൻ സാധിക്കും, ആന്തരികമായിട്ടുള്ള സമാധാനം. കാരണം മഹാദേവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ശാന്തനായിട്ടുള്ളൊരു മൂർത്തി കൂടിയാണ് യഥാർത്ഥത്തിൽ. ഭഗവാൻ എപ്പോഴും നമ്മൾ ഈ അഘോര ശബ്ദത്തെ വ്യാഖ്യാനിക്കുന്ന ആൾക്കാർ പറയാറുണ്ട്, ഒന്ന് ഏറ്റവും ഘോരതയുള്ളവൻ, 2 ഘോരതയെ ഇല്ലാത്തവൻ എന്ന് അർത്ഥമുണ്ട്. ഏറ്റവും ശാന്തനാണ് ഭഗവാൻ. ഭഗവാന്റെ ക്രോധഭാവത്തെ മാത്രം നമ്മൾ ഈ പ്രൊമോട്ട് ചെയ്യുന്നതാണ് പ്രശ്നം. മഹാദേവൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കണ്ണപ്പൻ എന്ന് പറയുന്ന വേടൻ ചവിട്ടിയപ്പോൾ പോലും സന്തോഷത്തോടു കൂടി സ്വീകരിച്ച ഭഗവാൻ. അപ്പോൾ അങ്ങനെയുള്ളൊരു ഭഗവാന് ഏത് സമയവും നമ്മൾ ചാർത്തി കൊടുക്കുന്ന ഒരു ഇമേജാണ് ക്ഷിപ്രഗോപി എന്നുള്ളത്. അദ്ദേഹത്തിന് കോപമുണ്ട്. അത് ഒരു അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛന് തീർച്ചയായിട്ടും മക്കളെ നേർവഴിക്ക് നടത്താനുള്ള ഒരു ധർമ്മം അദ്ദേഹം ചെയ്യുന്നുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ പല വികാരങ്ങളിലൂടെ നമ്മൾ പ്രകടിപ്പിക്കുകയും ചെയ്യും, അത് വേറെ. പക്ഷേ ഏത് നേരവും അദ്ദേഹം ആ ഒരു മെൻറ്റാലിറ്റി മാത്രം വെച്ചിരിക്കുന്ന ആളാണെന്ന് ചിന്തിക്കുന്ന രീതിയും ശരിയല്ല. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് മഹാദേവനിൽ നിന്ന് സാധാരണക്കാരായിട്ടുള്ള ആളുകളെ അകറ്റുന്നതിൽ പലപ്പോഴും ഈ ഭയം എന്ന് പറയുന്ന വികാരത്തിന് വലിയ ചിന്ത ഉണ്ട്.
ഇപ്പോൾ ഗുരുവായൂരപ്പനോട് നമ്മൾ എടുക്കുന്ന ഒരു ലൈസൻസ് അല്ലെങ്കിൽ ഗുരുവായൂരപ്പനോട് നമ്മൾ എടുക്കുന്ന ഒരു ചിന്താഗതി അല്ല മഹാദേവനോട് നമ്മൾ എടുക്കുന്നത്. കാരണം എവിടെയോ ഒരു ഭയത്തിൻ്റെ ഒരു കണിക നമ്മുടെ മനസ്സിൽ അവശേഷിക്കുന്നുണ്ട്. ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃത്യുവിൻ്റെ ദേവനാണ്, അല്ലെങ്കിൽ ഭഗവാൻ ക്ഷിപ്രകോപിയാണ്, അതുകൊണ്ട് ഭഗവാൻ എന്തൊക്കെയോ ചെയ്ത് കളയും. ആ ധാരണയെ തെറ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു അച്ഛൻ ഒരു കുട്ടിയുടെ മുഖത്ത് നോക്കിയിട്ട് എൻ്റെ കുട്ടി എൻ്റെ അടുത്തേക്ക് വരൂ എന്ന് പറയുമ്പോൾ ആ കുട്ടി അച്ഛൻ്റെ മുഖത്ത് നോക്കിയിട്ട് എനിക്ക് അച്ഛനെ പേടിയാണെന്ന് പറയുമ്പോൾ അച്ഛൻ അനുഭവിക്കുന്ന മനോവികാരം എന്തായിരിക്കും? അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും ഭഗവാനെ ഭയപ്പെടേണ്ടതായിട്ടില്ല. ഭഗവാൻ ശിക്ഷിക്കുന്നത് പോലും നമ്മളോടുള്ള പരിഗണനയായിട്ട് കാണുക. അച്ഛൻ അടിക്കുന്നത് മക്കളോട് സ്നേഹമുള്ളതുകൊണ്ടാണ്. ആ ഭാവത്തിൽ കാണുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. ആ ഭാവത്തിൽ കാണുന്നവരാവട്ടെ ഇനിയും കൊട്ടിയൂരിലേക്ക് വരേണ്ടത് എന്നാണ് പൊതുവെ. എന്തായാലും കൊട്ടിയൂരിന്റെ ഖ്യാതി ലോകമെമ്പാടും എത്തട്ടെ, ആ പ്രകൃതിയെ കൂടി സംരക്ഷിക്കാൻ സാധിക്കട്ടെ എന്നുള്ളത് കൂടിയാണ്. തീർച്ചയായിട്ടും അവിടെ നമ്മൾ ആ പ്രകൃതിയോട് ചെയ്യുന്ന സേവയാണ് മഹാദേവനോടുള്ള സേവ എന്നുള്ള ചിന്തയിൽ നമ്മുടെ ആരാധനയെ പ്രകൃതിയോട് ചേർത്ത് കൊണ്ടുപോകാൻ പരമാവധി ഇനി വർഷങ്ങളിൽ അവിടെ വരുന്ന ആളുകൾ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഭഗവാൻ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും. ഒരുപാട് സന്തോഷം. സന്തോഷം.